Hi students, today we discuss about vectors. So what are vectors in 2 space and 3 space? First one, vectors viewed geometrically. Vectors can be represented geometrically by arrows in 2 space or 3 space. The direction of the arrow specifies the direction of the vector and length of the arrow describes its magnitude. The tail of the arrow is called initial point of the vector and the tip of the arrow is called the terminal point. അപ്പോൾ വെക്റ്റേഴ്സിനെ നമുക്ക് ജോമെട്രിക്കലി എങ്ങനെയാണ് വെക്റ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അപ്പോൾ 2 സ്പേസ് ആണെങ്കിലും 3 സ്പേസ് ആണെങ്കിലും വെക്റ്റേഴ്സിനെ നമ്മൾ ആരോസ് ഉപയോഗിച്ചിട്ടാണ് വെക്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ ആ ആരോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെക്റ്ററിൻ്റെ ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്യുന്നു. അതുപോലെ ആരോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും സ്പെസിഫൈ ചെയ്യുന്നു. ഇനി ആരോയുടെ ടെയിലിനെ നമ്മൾ ഇനിഷ്യൽ പോയിൻ്റ് എന്നും ടിപ്പിനെ നമ്മൾ ടെർമിനൽ പോയിന്റ് എന്ന് വിളിക്കും. മീൻസ് ദാറ്റ് ദിസ് ഇസ് ദ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ദിസ് വൺ ഇസ് ദ ടെർമിനൽ പോയിന്റ്. ആൻഡ് two vectors v and w are considered to be equal, also called equivalent, if they have the same length and same direction, in which case we write v is equal to w. Geometrically, two vectors are equal if they are translations of one another. അപ്പോൾ നമുക്ക് രണ്ട് വെക്റ്റേഴ്സിനെ ഇനി നമ്മൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അവർക്ക് ഒരേ ലെങ്ത്തും അതുപോലെ അവർക്ക് ഒരേ ഡയറക്ഷനുമാണെങ്കിൽ, അവരുടെ ലെങ്ത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെങ്കിൽ, രണ്ട് വെക്റ്റേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വെക്റ്റേഴ്സ് ആർ ഈക്വൽ ഓർ ഇക്വലൻറ്റ്. ഇക്വലൻ്റ് എന്നും പറയും, ഈക്വൽ എന്നും പറയും. രണ്ടാണെങ്കിലും കണ്ടീഷൻ ഇസ് ദ സെയിം ഇഫ് ദേ ഹാവ് സെയിം ലെങ്ത് ആൻഡ് സെയിം ഡയറക്ഷൻ. അവിടെ നമ്മൾ v is equal to w എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ജോമെട്രിക്കലി ടു വെക്റ്റേഴ്സ് ആർ ഈക്വൽ ഇഫ് ദേ ആർ ട്രാൻസ്ലേഷൻസ് ഓഫ് വൺ അനദർ. അപ്പോൾ നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് കാണുമ്പോൾ അവർ ഈക്വൽ ആണ്, രണ്ട് വെക്റ്റേഴ്സ് അതിൻ്റെ ഫിഗർ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണ് എന്നറിയണമെങ്കിൽ ഒന്നൊന്നിൻ്റെ ട്രാൻസ്ലേഷനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഒരെണ്ണം ഒരു വെക്റ്റർ അടുത്തൊരു വെക്റ്റർ അതിൻ്റെ പൊസിഷൻസ് ജസ്റ്റ് ട്രാൻസ്ലേഷൻ വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ that two vectors are equal. Okay, and if the initial point of v is a and the terminal point of b is b, then we write v is equal to vector ab when we want to emphasize the initial and terminal points. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ആരോയുടെ ടിപ്പിനെ നമ്മൾ ഇനിഷ്യൽ പോയിൻ്റ് എന്നും അതിൻ്റെ ടെയിലിനെ നമ്മൾ ടെർമിനൽ പോയിൻ്റ് എന്നും വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ടെയിലിനെ നമ്മൾ ഇനിഷ്യൽ പോയിൻ്റ് എന്നും ടിപ്പിനെ നമ്മൾ ടെർമിനൽ പോയിൻ്റ് എന്നും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ വെക്റ്റേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? v is equal to vector ab where a is the initial point and b is the terminal point. ആ ടെയിൽ പാർട്ട് a ആയിട്ടും അതിൻ്റെ ടിപ്പ് നമ്മൾ b ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് we represent vector as v is equal to vector ab. If the initial and terminal points of a vector coincide, then the vector has length 0. We call this the zero vector and denote it by 0. The zero vector does not have a specific direction, so we will agree that it can be assigned any convenient direction in a specific problem. അപ്പോൾ ഇനി നമ്മൾ ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും കോയിൻസൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇനിഷ്യൽ പോയിൻ്റ് ആൻഡ് ടെർമിനൽ പോയിൻ്റ് ആർ സെയിം അല്ലേ? അങ്ങനെ വരുന്ന കേസസിൽ ആ വെക്റ്ററിൻ്റെ ലെങ്ത് എന്തായി? 0 ആയി. ദാറ്റ് വെക്റ്റേഴ്സ് ആർ കോൾഡ് സീറോ വെക്റ്റേഴ്സ്. അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ ലെങ്ത് 0 ആണെങ്കിൽ അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സീറോ വെക്റ്റർ എന്ന് വിളിക്കുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് വെക്റ്റർ 0 ഉപയോഗിച്ചിട്ടാണ്. 0 ഇട്ട് നമ്മൾ നോർമലി എഴുതുമ്പോഴത്തേക്കും എങ്ങനെ എഴുതും? 0 ഇട്ട് മുകളിൽ ആരോ കൊടുത്ത് എഴുതും. ടെക്സ്റ്റിലെ റെപ്രസെൻറ്റേഷൻ ബോൾഡ് ഫേസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുക. സീറോ വെക്റ്റർ ആണെങ്കിൽ വെക്റ്റർ 0 ഈ ഒരു രീതിയിലാണ് സീറോ വെക്റ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. നോർമൽ വെക്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ വെക്റ്റർ v ആണെങ്കിൽ നമ്മൾ വെക്റ്റർ v ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ സീറോ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവില്ല? സ്പെസിഫിക് ഡയറക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. എങ്ങോട്ട് വേണമെങ്കിലും അതിനെ എന്ത് ചെയ്യാം? നമുക്ക് പോയിൻ്റ് ചെയ്യാം. നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അതിന് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സീറോ വെക്റ്റർ അതിൻ്റെ കൂടെ എടുക്കുന്ന വെക്റ്റർ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സീറോ വെക്റ്ററിന് നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും കൊടുക്കാം. കാരണം അത് എങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അതിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഒരൊറ്റ പോയിൻ്റായിട്ടാണ് അത് വരിക. സോ അങ്ങനത്തെ കേസസിൽ സീറോ വെക്റ്റേഴ്സിന് സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും സീറോ വെക്റ്ററിന് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് the definition for sum of two vectors
If v and w are vectors, then the sum v plus w is the vector from the initial point of v to the terminal point of w when the vectors are positioned so the initial point of w is at the terminal point of v. രണ്ട് വെക്റ്റേഴ്സിനെ നമുക്ക് സം ചെയ്യണം. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് സം ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു വെക്റ്റർ തന്നെ ആയിരിക്കും. ആ വെക്റ്റർ എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയുള്ള അല്ലെങ്കിൽ ആ വെക്റ്ററിൻ്റെ പൊസിഷനിങ് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? വിയുടെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റ് വരെ ആയിരിക്കും നമ്മൾ ആ വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അവിടെ വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും പൊസിഷൻ എങ്ങനെയായിരിക്കണം? ഡബ്ല്യുവിൻ്റെ ഇനിഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? വിയുടെ ടെർമിനൽ പോയിന്റിലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വിനെയും ഡബ്ല്യുവിനെയും കൂടെ സം ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ വി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്റ്റർ വിയുടെ ടെർമിനൽ പോയിന്റിലാണ് ആരെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്? ഡബ്ല്യുവിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഡബ്ല്യുവിൻ്റെ ഇനിഷ്യൽ പോയിന്റ് വന്നിരിക്കുന്നത് വിയുടെ ടെർമിനൽ പോയിന്റിലാണ്. സോ ഡബ്ല്യു ഇസ് ദിസ് വൺ. സോ വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ എവിടം തൊട്ട് എവിടം വരെ നമുക്ക് കിട്ടും? വിയുടെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് വി. നമ്മൾ വി പ്ലസ് ഡബ്ല്യു എടുത്താലും തിരിച്ച് ഡബ്ല്യു പ്ലസ് വി എടുത്താലും നമുക്ക് ഒരേ വെക്റ്റർ തന്നെയായിരിക്കും കിട്ടുക. അതാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്നത്. സോ ദിസ് വൺ ഇസ് വി പ്ലസ് ഡബ്ല്യു, റൈറ്റ്? സോ ഇവിടെ നമ്മൾ വി പ്ലസ് ഡബ്ല്യു കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു വിയുടെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടുന്നത്? നമുക്ക് ആ ഒരു സം കിട്ടേണ്ടുന്നത്. തിരിച്ച് ഡബ്ല്യു പ്ലസ് വി കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെ വരും? നമ്മൾ ഡബ്ല്യുവിനെ ആദ്യം ഇവിടെ പൊസിഷൻ ചെയ്തു. സോ ഡബ്ല്യുവിനെ നമ്മൾ ഇവിടെ എടുത്തു. ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റിൽ ആരെ വെച്ചു? നമ്മൾ വിനെ വെച്ചു. സോ ഈ ഡബ്ല്യു വെക്ടറിന് പാരലായിട്ട് തന്നെയാണ് ഇവിടെ ഡബ്ല്യുവിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വി ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വി വെക്ടറിൻ്റെ ഇവിടെയും പാരലായിട്ട് തന്നെ വരും. സോ ഡബ്ല്യു പ്ലസ് വി ആണിത്. അപ്പോഴും നമുക്ക് ആരെ തന്നെയാണ് കിട്ടുക? സെയിം വെക്റ്റർ വി പ്ലസ് ഡബ്ല്യു തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡബ്ല്യു പ്ലസ് വി എടുത്താലും വി പ്ലസ് ഡബ്ല്യു എടുത്താലും രണ്ടും സെയിം ആണ്. രണ്ട് വെക്റ്റേഴ്സിനെ എങ്ങനെ നമ്മൾ ആഡ് ചെയ്താലും സം ചെയ്താലും അത് നമുക്ക് ഈക്വലായിട്ട് തന്നെയാണ് കിട്ടുക. And also, since the initial and terminal points of 0 vector coincide, it follows that 0 plus v equal to v plus 0 is equal to v. ഇനി നമ്മൾ പറഞ്ഞു സീറോ വെക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീറോ വെക്ടറിൻ്റെ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ സീറോ വെക്ടറിനെ നമ്മൾ ഏതൊരു വെക്ടറിൻ്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് ആര് കിട്ടുമെന്ന് പറയാം? ആ സെയിം വെക്ടർ തന്നെ കിട്ടുമെന്ന് പറഞ്ഞൂടെ? ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സീറോ വെക്ടർ കൺസിഡർ ചെയ്തു. സോ സീറോ വെക്ടർ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. അടുത്ത വിനെ നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോഴത്തേക്കും വിനെ എവിടെയാണ് വെക്കുക? സീറോ വെക്ടറിൻ്റെ ടെർമിനൽ പോയിന്റിലാണ് വെക്കുക. അപ്പോൾ സീറോ വെക്ടറിൻ്റെ ടെർമിനൽ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്ടർ ലെങ്ത് എന്ന് പറയുന്നത് ആരുടെ തന്നെ വരുള്ളൂ? ഈ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലെങ്ത് അല്ലേ വരുള്ളൂ. സോ ദാറ്റ് വേ വി ഗെറ്റ് ദ വെക്ടർ ആസ് വി ഇറ്റ് സെൽഫ് അല്ലേ? അപ്പോൾ സീറോ വെക്ടറിനെ ഏതൊരു വെക്ടറിൻ്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് ആരെ തന്നെ കിട്ടും? സെയിം വെക്ടർ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് വെക്ടർ. If v is a non-zero vector and k is a non-zero real number, a scalar, then the scalar multiple kv is defined to be the vector whose length is mod k times the length of v and whose direction is same as that of v if k greater than 0 and opposite to that of v if k less than 0. We define kv is equal to 0 if k is equal to 0 or v is equal to 0. അപ്പോൾ എന്താണ് സ്കെയിലാർ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ? വി എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടറും കെ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ സ്കെയിലാറും ആണെന്ന് വിചാരിക്കാം. നോൺ സീറോ റിയൽ നമ്പർ, ദാറ്റ് ഈസ് എ നോൺ സീറോ സ്കെയിലാർ അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ കെ വി എന്ന് പറയുന്ന സ്കെയിലാർ മൾട്ടിപ്പിൾ, ഒരു വെക്ടറിൻ്റെ കൂടെ ഒരു സ്കെയിലാർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഒരു വെക്ടർ തന്നെയാണ് കിട്ടുന്നത്. ആ വെക്ടറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? ആ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? മോഡ് കെ ടൈംസ് ദ ലെങ്ത് ഓഫ് വി. വിയുടെ ലെങ്ത്തിനേക്കാളും മോഡ് കെ ടൈംസ് കൂടുതലായിരിക്കും. അവിടെ മോഡ് കെ എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ആ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം അല്ലേ? അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? വിയുടെ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ മോഡ് കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും കെ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലെങ്ത്ത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? അത് കെ പോസിറ്റീവ് ആണെങ്കിൽ വിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും കെ വി വരിക. അതല്ല ഇനി വി
കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ കെ വി എന്ന് പറയുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ത്തിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ നമ്മൾ മോഡ് കെ ടൈംസ് ലെങ്ത് ഓഫ് വി എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ വെക്റ്റർ വി എന്ന് വിചാരിക്കുക. എങ്കിൽ 2v എന്ന് പറയുന്നത് എങ്ങനെ വരും? വിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ വെക്റ്റർ വിയുടെ ലെങ്ത്തിനോട് കൂടി 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ലെങ്ത് ആയിരിക്കും നമുക്ക് 2v എന്ന് പറയുന്ന വെക്റ്റർ കിട്ടുക അല്ലേ? ഇനി -1v ആണെങ്കിലോ അത് സെയിം ഡയറക്ഷൻ തന്നെയാണ്. -1v ആകുമ്പോൾ വിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിയുടെ അതേ ലെങ്ത്തുള്ള വിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടറായി. ഇനി -3/2v ആണെങ്കിൽ എഗെയിൻ നമുക്ക് വിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിയുടെ ലെങ്ത്തിനേക്കാളും 3/2 ലെങ്ത്തും കൂടിയുള്ള വെക്ടറായിരിക്കും കിട്ടുക. ഇനി 1/2v ആണെങ്കിൽ വിയുടെ ലെങ്ത്തിൻ്റെ ഹാഫ് ലെങ്ത്ത് വിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന വെക്ടറായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കെയിലാർ മൾട്ടിപ്പിൾസ്, ഒരു വെക്ടറിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി വിയുടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കെ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വെക്ടർ വി 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കെ വി എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? 0 വെക്ടർ ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത സ്കെയിലാർ 0 ആണെങ്കിലും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത വെക്ടർ 0 ആണെങ്കിലും നമുക്ക് കിട്ടുന്നത് വെക്ടർ തന്നെയാണ്. ദാറ്റ് ഈസ് ദ 0 വെക്ടർ. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോരുത്. നമുക്ക് 0 കിട്ടും. നമ്മൾ വിയുടെ കൂടെ കെ 0യോ അല്ലെങ്കിൽ വി 0യോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 0 ആണ് കിട്ടുന്നത്. പക്ഷേ ആ 0 എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ അല്ല, 0 വെക്ടർ ആണ് നമുക്കവിടെ കിട്ടുക. ഓക്കെ, and next one is a note. If v and w are positions so their initial points coincide, then v minus w can be formed by drawing the vector from terminal point of w to the terminal point of v. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ സം ചെയ്യുന്നതാണ് കണ്ടത്. പിന്നെ 2 വെക്ടേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 വെക്ടേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവരെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വിയും ഡബ്ല്യുവും എങ്ങനെയായിരിക്കണം? 2 പേരുടെയും ഇനിഷ്യൽ പോയിൻറ്റ്സ് കോയിൻസൈഡ് ചെയ്ത് വരത്തക്ക രീതിയിലാവണം. അപ്പോഴാണ് നമ്മൾ വി മൈനസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ ഫോം ചെയ്യാൻ പറ്റുക. സം ചെയ്തപ്പോൾ നമ്മൾ എടുത്തത് എങ്ങനെയാണ്? വെക്ടർ വി വെച്ചിട്ട് വിയുടെ ടെർമിനൽ പോയിന്റിലാണ് നമ്മൾ ഡബ്ല്യുവിനെ പൊസിഷൻ ചെയ്തത് അല്ലേ? ഇവിടെ വി മൈനസ് ഡബ്ല്യു കൺസിഡർ ചെയ്യണമെങ്കിൽ വെക്ടർ വിയുടെ ഇനിഷ്യൽ പോയിന്റിൽ തന്നെ ആയിരിക്കണം ആരെയും പൊസിഷൻ ചെയ്യേണ്ടുന്നത്? നമ്മുടെ ഡബ്ല്യുവിനെയും പൊസിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വെക്ടർ വി ആയിട്ടും ആ വെക്ടർ വിയുടെ തന്നെ ഇനിഷ്യൽ പോയിന്റിൽ കൊണ്ടുവന്ന് നമ്മൾ ആരെ പൊസിഷൻ ചെയ്തു? ഡബ്ല്യുവിനെ പൊസിഷൻ ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ വി മൈനസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ദിസ് വൺ ഇസ് വി മൈനസ് ഡബ്ല്യു. അല്ലെങ്കിൽ വി മൈനസ് ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? വി പ്ലസ് മൈനസ് ഡബ്ല്യു ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ വി ഇതാണ്, മൈനസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇതാണ് നമ്മൾ ഡബ്ല്യു പൊസിഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡബ്ല്യു പൊസിഷൻ ചെയ്തിരിക്കുന്ന ഇതാണെങ്കിൽ നമ്മുടെ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ എങ്ങോട്ടേക്കാണ് വരിക? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അപ്പോൾ ഈ മൈനസ് ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റിൽ കൊണ്ടുവന്ന് നമുക്ക് വിനെ പൊസിഷൻ ചെയ്യാം. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ വെക്റ്റർ വിയുടെ ലെങ്തിന് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി മൈനസ് ഡബ്ല്യു ഇസ് ദിസ് വൺ. ഓക്കെ, ഇപ്പോൾ വിയുടെ ഡബ്ല്യുവിൻ്റെ എന്താണ്? ഡബ്ല്യു പ്ലസ് വി ആയിട്ട് മൈനസ് ഡബ്ല്യു പ്ലസ് വി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മൈനസ് ഡബ്ല്യു പ്ലസ് വി എന്ന് പറയുമ്പോൾ മൈനസ് ഡബ്ല്യുവിൻ്റെ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും വിയുടെ ടെർമിനൽ പോയിന്റ് വരെയുള്ള ലെങ്തിന് ഈക്വൽ ആയിട്ടാണ് കിട്ടുക. സോ ദിസ് വെക്ടർ ഇസ് വി മൈനസ് ഡബ്ല്യു. അപ്പോൾ ഈ വെക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി എവിടെ പൊസിഷൻ ചെയ്യാം നമുക്ക്? ഈ വെക്ടർ ഇതാണ്ട് ഈ ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റിൽ നിന്നും വിയുടെ ടെർമിനൽ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ വെക്ടറിൻ്റെ ലെങ്തിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും. സോ സിംപ്ലി വി മൈനസ് ഡബ്ല്യു ഇസ് ദ വെക്ടർ ദിസ് വൺ ഫ്രം വെയർ from the terminal point of W to the terminal point of V. ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റിൽ നിന്നും വിയുടെ ടെർമിനൽ പോയിന്റ് വരെയുള്ള ആ ഒരു പൊസിഷനിങ്, ആ ഒരു വെക്ടറാണ് എന്തെന്ന് പറയുന്നത്? വി മൈനസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ. വിയുടെ ടെർമിനൽ പോയിന്റ് അല്ല, തിരിച്ച് ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റിൽ നിന്നും വിയുടെ ടെർമിനൽ പോയിന്റ് വരെയുള്ള വെക്ടർ, ദാറ്റ് ഈസ് വി മൈനസ് ഡബ്ല്യു. ഓക്കെ, in the special case where v is equal to w, the terminal points of vectors coincide, so their difference is 0. ഇനി നമ്മൾ ഈ വിയും ഡബ്ല്യുവും ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈക്വൽ ആയപ്പോൾ എന്തായി? ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ടെർമിനൽ പോയിന്റ് എവിടെ വന്ന് കോയിൻസൈഡ് ചെയ്തു? വിയുടെ
ടെർമിനൽ പോയിന്റിൽ വന്ന് കോയിൻസൈഡ് ചെയ്തില്ലേ. അപ്പോൾ നാച്ചുറലി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിപ്പോയി, ദിസ് വെക്ടർ എന്ന് പറയുന്നത് എന്തായി, 0 ആയില്ലേ അല്ലേ. ഈ ഡിസ്റ്റൻസ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് 0 ആയില്ലേ. സോ ദിസ് ബിക്കംസ് ദ 0 വെക്ടർ. സോ v plus minus v or v minus v is equal to 0 vector. Okay. Next is vectors in coordinate system. If a vector v is positioned with its initial point at the origin of a rectangular coordinate system, then its terminal point will have coordinates of the form ordered pair v1, v2 or ordered triplet v1, v2, v3 depending on whether the vectors is in 2 space or 3 space. അപ്പോൾ ഒരു വെക്റ്റർ വിനെ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ വരത്തക്ക രീതിയിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇനിഷ്യൽ പോയിൻ്റ് ഒറിജിനിൽ, ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ വരത്തക്ക രീതിയിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ ടെർമിനൽ പോയിൻറ്റിന് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും വരിക. ഓർഡേർഡ് പെയർ v1, v2 അല്ലെങ്കിൽ ഓർഡേർഡ് ട്രിപ്ലെറ്റ് v1, v2, v3 depending on we consider it whether it is in 2 space or 3 space. 2 space ആണെങ്കിൽ ഓർഡേർഡ് പെയർ v1, v2 എന്ന് വരും. ഇനി 3 സ്പേസ് ആണെങ്കിൽ ഓർഡർ ട്രിപ്ലെറ്റ് v1, v2, v3. അപ്പോൾ ഒറിജിൻ ആൻഡ് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, ഒറിജിനിലായിരിക്കണം. ടെർമിനൽ പോയിന്റിനാണ് ഈ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ വരിക. ഓക്കെ, ആൻഡ് ദീസ് കോർഡിനേറ്റ്സ് ആർ കോൾഡ് കമ്പോണൻറ്റ്സ് ഓഫ് വി ആൻഡ് വി റൈറ്റ് വി ഇൻ ദ കമ്പോണൻറ്റ് ഫോം യൂസിങ് ദ ബ്രാക്കറ്റ് നൊട്ടേഷൻ. വി ഈസ് ഈക്വൽ ടു ദിസ് ബ്രാക്കറ്റ്, നോട്ട് സിമ്പിൾ ബ്രാക്കറ്റ്, ദിസ് സ്ക്വയർ ബ്രാക്കറ്റ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുക. വെക്ടർ വി ഈസ് ഈക്വൽ ടു v1, v2 ഓർ വി ഈസ് ഈക്വൽ ടു ഓർഡർ ട്രിപ്ലെറ്റ് v1, v2, v3. ഇത് കോർഡിനേറ്റ്സ് ആയിട്ട്. ഇനി വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഫോം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് നൊട്ടേഷനിലാണ്. ആ ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ബ്രാക്കറ്റ് ആയിട്ടല്ല വരിക, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിളിൻ്റെ ബ്രാക്കറ്റ് ആയിട്ടാണ് വരിക. സോ വി ഈസ് ഈക്വൽ ടു v1, v2. 2 സ്പേസ് ആണെങ്കിൽ വെക്ടർ വി ഈസ് ഈക്വൽ ടു v1, v2. 3 സ്പേസ് ആണെങ്കിൽ v1, v2, v3. In particular, the 0 vectors in 2 space and 3 space are 0 vector is equal to 0, 0 or 3 space ആണെങ്കിൽ 0, 0, 0. 3 zeros അല്ലേ. So this one is the vectors in coordinate system. And two vectors are equivalent if and only if their corresponding components are equal. നമ്മൾ പറഞ്ഞു രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവുന്നത് അവരുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആകുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ കമ്പോണൻറ്റ് വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കമ്പോണൻറ്റ് റെപ്രസെൻറ്റേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഈക്വലൻ്റ് ആണ് എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക, അവരുടെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെക്ടർ എ ബി സി ഈക്വൽ ടു വെക്ടർ 1, -4, 2 എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? എ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം, ബി ഈസ് ഈക്വൽ ടു -4 ആയിരിക്കണം, സി ഈസ് ഈക്വൽ ടു 2 ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണ്, അല്ലെങ്കിൽ അവർ ഇക്വലൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കമ്പോണൻറ്റ് വൈസ് അതിൻ്റെ അഡീഷൻ എങ്ങനെയാണ്, സബ്ട്രാക്ഷൻ എങ്ങനെയാണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരിക. ഇഫ് v is equal to 2 space ആണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, v1, v2 and w is equal to w1, w2 are vectors in 2 space and k is any scalar, then vector v plus vector w is equal to എന്തായിരിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസിനെ തമ്മിൽ ആഡ് ചെയ്യുക. v1 plus w1, v2 plus w2. അതുപോലെ v minus w ആണെങ്കിലോ v1 minus w1, v2 minus w2. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആ സ്കെയിലാറിനെ ഓരോ കമ്പോണൻറ്റിലേക്കും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, കെ v1, കെ v2. ഇനി കറസ്പോണ്ടിംഗ്ലി 3 സ്പേസ് വരികയാണെങ്കിൽ എന്തായിരിക്കും വരിക, നാച്ചുറലി 3 സമ്മായിട്ട് വരും അല്ലേ. v1 plus w1, v2 plus w2, v3 plus w3. ഇനി v minus w ആണെങ്കിൽ v1 minus w1, v2 minus w2, v3 minus w3. അതുപോലെ കെ വി ആണെങ്കിൽ കെ v1, കെ v2, കെ v3. ഇതാണ് കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് v is equal to -2, 0, 1 and w is equal to 3, 5, -4. അപ്പോൾ v plus w എങ്ങനെയായിരിക്കും വരിക, -2 plus 3 അല്ലേ, ദാറ്റ് ഈസ് 1, 0 plus 5, 5, 1 minus 4, ദാറ്റ് ഈസ് -3. ഇനി 3v ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്തായിരിക്കും വരിക, വെക്റ്റർ വിയുടെ കൂടെ നമ്മൾ എല്ലാ കമ്പോണൻറ്റിലേക്കും 3 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 3 × -2 -6, 3 × 0 0, 3 × 1 3. ഇനി -w ആണെങ്കിലോ
ഹോൾ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് -3 -5 4. ഇനി W - 2V. അപ്പോൾ എന്ത് വേണം? ആദ്യം നമുക്ക് വിയുടെ -2V എത്രയാണെന്ന് അറിയണം. അപ്പോൾ -2V ആകുമ്പോൾ എത്രയായി? ഓക്കെ, ഇവിടെ 2V ആണ് ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 2V ആകുമ്പോഴത്തേക്കും -4 0 2 അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 3 - -4 ദാറ്റ് ഈസ് 7 5 - 0 5 and -4 - 2 that is -6. So these are the arithmetic operations on vectors that represents in component forms. Okay, thank you.